ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. മാർക്കു എന്ന് പറയുന്ന ഏറ്റവും വയലൻസ് ബേസ്ഡ് മൂവി അത് കഴിഞ്ഞിട്ടുള്ള ഉണ്ണി മുകുന്ദന്റെ ഈ കൊല്ലത്തെ ആദ്യത്തെ റിലീസാണ് ഗെറ്റ് സെറ്റ് ബേബി. സിനിമയുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. കുട്ടികളായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് കുട്ടികളുടെ കഥ അല്ലെങ്കിൽ കുട്ടികളുടെ ചിത്രമൊന്നുമല്ല ഈ പറയുന്ന നമ്മുടെ ഗെറ്റ് സെറ്റ് ബേബി. IVF ട്രീറ്റ്മെന്റ്, IVF ഫെർട്ടിലിറ്റി സെന്റേഴ്സ്, ഇതിനെല്ലാം കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള അർജുൻ ബാലകൃഷ്ണൻ എന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഈ ചിത്രത്തിൽ ചെയ്യുന്നത്. ഉണ്ണി മുകുന്ദൻ ആദ്യമായി ആണ് ഒരു ഡോക്ടറിന്റെ വേഷത്തിൽ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു നടൻ നമ്മുടെ മാർക്കു എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ഇതിൽ നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റില്ല. കാരണം തീർത്തും ഡിഫറൻ്റ് ആണ്. ഒരു ആക്ഷനോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ലാത്തൊരു സിനിമയാണ് നമ്മുടെ ഗെറ്റ് സെറ്റ് ബേബി. നിഖില വിമലാണ് ഉണ്ണി മുകുന്ദന്റെ പെയറായിട്ട് വരുന്നത്. ഇവരുടെ ഒരു പെയർ വളരെ നന്നായിട്ട് വർക്കായിട്ടൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ ചെയ്യുന്ന കഥാപാത്രം ഒരു IVF സ്പെഷ്യലിസ്റ്റ് ആവുകയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അയാളുടെ സ്റ്റാർട്ടിങ് ഓഫ് ഹിസ് കരിയർ ടു എന്താ പറയുക ഒരു സക്സസ്ഫുൾ ആകുന്ന ഒരു ടൈം വരെയുള്ള ഒരു കഥയാണ് നമ്മുടെ ഈ പറയുന്ന ഗെറ്റ് സെറ്റ് ബേബിയിലുള്ളത്. അർജുൻ ബാലകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി സക്സസ്ഫുൾ ആവുന്നത് ജീവിതത്തിൽ. പുള്ളിക്ക് എന്താ പറയുക അർജുൻ ബാലകൃഷ്ണൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വാതി എന്ന് പറയുന്ന നിഖില വിമൽ ചെയ്യുന്ന ക്യാരക്ടറായിട്ട് അവർ കല്യാണം കഴിയുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. തുടക്കം മുതലേ കോമഡി ആയിട്ടുള്ളൊരു ട്രാക്കിലാണ് സിനിമ പോകുന്നത്. ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോമഡി പരിപാടികളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പിന്നെ കുറച്ച് കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ സ്വാതിയും അർജുൻ ബാലകൃഷ്ണനും തമ്മിലൊരു കോൺഫ്ലിക്ട്സ് എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടു തന്നെ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ സാം CS-ന്റെ പാട്ടുകൾ. ഒരു 4-5 പാട്ടുകൾ നല്ല ഒരു രസമുള്ള പാട്ടുകൾ കേൾക്കാൻ രസമുള്ള പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. അതൊരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. പിന്നെ മെയിനായിട്ട് IVF ട്രീറ്റ്മെന്റ് അത് എങ്ങനെയാണ് ആൾക്കാർ അതിലേക്ക് പോകുന്നത്, നമ്മുടെ സൊസൈറ്റി ഒരു ആൾക്കാർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ആയില്ലേ, വിശേഷമായില്ലേ എന്നൊക്കെ തരത്തിലുള്ള ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം ഈ IVF സെന്റേഴ്സ് എങ്ങനെ മാർക്കറ്റിംഗ് ടാക്ടിക്കായിട്ട് എടുക്കുന്നു, അവരിലേക്ക് എങ്ങനെ ഈ പറയുന്ന കപ്പിൾസ് എത്തുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൽ സുധീഷും അതേപോലെ തന്നെ നമ്മുടെ സുരഭി ലക്ഷ്മിയും ചെയ്യുന്ന രണ്ട് അവർ കപ്പിൾസാണ്. അവരുടെ ഒരു പരിപാടി, അവരൊരു കഥ ഉണ്ട്. അതൊരു ഈ സിനിമയുടെ മേജർ ഹൈലൈറ്റ് ആണ്. ഈ ഒരു ട്രീറ്റ്മെന്റ് ഒരു പ്രശ്നങ്ങളും അതെങ്ങനെ ആണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ സിനിമയിൽ ഇതെല്ലാം പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അതായത് IVF സെന്റേഴ്സ് എല്ലാം പോസിറ്റീവ് എന്ന രീതിയിലാണ് കാണിക്കുന്നത്. എന്നാലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായേക്കാവുന്ന കുറച്ച് പൊള്ളയായ കാര്യങ്ങൾ, മാർക്കറ്റിംഗ് തന്ത്രങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ വല്ലാതെ ഒരു ഗ്രേ ഷെയ്ഡ് ആക്കുന്നില്ല ആരെയും. ഒരു സിനിമയാണല്ലോ, അപ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്തായാലും ഒരു നല്ലൊരു എന്റർടൈനറാണ്, ഒരു ഫീൽ ഗുഡ് എന്റർടൈനറാണ്. ഫാമിലിയൊക്കെ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച്